വീട്ടിലേക്ക് 2 തെങ്ങിൻ തൈ എടുക്കാനായിട്ട് അടുത്തുള്ള നഴ്സറിയിൽ വന്നേക്കുവാണ്. നമ്മുടെ മനസ്സിലുള്ളത് ഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ കാണുന്നത് 2 വർഷം മുമ്പേ നമ്മുടെ വീട്ടിൽ നട്ട ഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾ മൊത്തത്തിൽ 5 തെങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 തെങ്ങ് നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് മെയിൻ കാരണം കൊമ്പൻ ചെല്ലിയാണ്. ഈ തെങ്ങിലും അതിൻ്റെ ചെറിയ ആക്രമണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് നമുക്കിപ്പോൾ മരുന്ന് മേടിക്കാൻ കിട്ടും. നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ ഏകദേശം 130 രൂപ കണ്ടാണ് അവർ റേറ്റ് പറഞ്ഞത്. അത് ഒരു ലിക്വിഡ് ഫോമിലുള്ള ഐറ്റമാണ്. പിന്നെ നമുക്കിതിന് ട്രാപ്പ് വെക്കാൻ പറ്റും. ഫെർമോൺ ട്രാപ്പ് മേടിക്കാൻ കിട്ടും. ആ ട്രാപ്പിന് മാത്രം 170 രൂപ എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ അതിനകത്ത് ഇടാനായിട്ടുള്ള കേക്കിനും ഏകദേശം 100 രൂപ കൂടുതൽ വില വരുന്നുണ്ട്. അത്യാവശ്യം വില ഉണ്ടെങ്കിലും ശല്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് വന്ന തെങ്ങിന് ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. ഡി എന്ന് പറയുന്ന വെറൈറ്റിക്ക് നമ്മൾ 2 വർഷം മുമ്പേ മേടിച്ചത് 280 രൂപയ്ക്കാണ്. ഇപ്പോൾ അതിന് ഇവിടുത്തെ റേറ്റ്, ഈ ഒരു നഴ്സറിയിലെ റേറ്റ് 480 രൂപയാണ്. വേറെ 2-3 നഴ്സറിയിൽ ചോദിച്ചപ്പോൾ അവിടെ ഇവിടത്തേക്കാളും കൂടുതൽ റേറ്റ്, 500 രൂപ കൂടുതൽ റേറ്റാണ് അവർ പറയുന്നത്. വേറെ പല വെറൈറ്റീസ് നമ്മളവിടെ നോക്കിയപ്പോൾ അതിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ്. അവർ പല കാര്യങ്ങൾ അതിന് കാരണമായിട്ട് പറയുന്നുണ്ട്. തേങ്ങയ്ക്ക് വില കൂടി നിന്ന സമയത്താണ് നമ്മളിത് എടുത്തതെന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു വെറൈറ്റി നോക്കുന്നില്ല. നമ്മൾ വേറൊരു വെറൈറ്റി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് വേണ്ടത് 3-4 വർഷം കൊണ്ട് കായ്ക്കുന്ന തേങ്ങയ്ക്കായിട്ടുള്ള തെങ്ങാണ്. കരിക്കിനായിട്ടുള്ള വേറെ പല ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ മലേഷ്യൻ കുള്ളൻ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ മലേഷ്യൻ കുള്ളനാണ് എടുത്തത്. ഇതിന് ഒരു തൈക്ക് നമുക്ക് 280 രൂപ റേറ്റ് വന്നിട്ടുണ്ട്. വേറെ പല ഷോപ്പിലും ഇതിൽ കൂടുതൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും ശല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് നഴ്സറിയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് തെങ്ങ് നടാൻ ആവശ്യമായിട്ടുള്ള കുഴിയാണ്. നമ്മൾ നീളവും വീതിയും ആഴവും എല്ലാം ഏകദേശം 1 മീറ്ററാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ തെങ്ങ് നടാൻ പോവുകയാണ്. ഇതിന് അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയാണ്. 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് കരിയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ തെങ്ങൂടെ നമ്മൾ കുഴിയിലേക്ക് നട്ടു കൊടുക്കുകയാണ്. ആ കവർ കീറിയിട്ട് നമ്മൾ ആ കുഴിയുടെ നടുക്കായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് തെങ്ങ് വെക്കാനായിട്ട്. അത് വീഡിയോയിൽ വ്യക്തമായില്ലെന്ന് തോന്നുന്നു. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ മണ്ണിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 2 തെങ്ങും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു ചെറിയ നനയും കൂടെ കൊടുത്ത് നമ്മളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫെർമോൺ ട്രാപ്പും ഇതിനായിട്ടുള്ള മരുന്നൊക്കെ മേടിക്കണം. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ തെങ്ങ് പോക്കാണ്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോയും കൂടെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.